പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഉള്ളിലാണ്. അതായത് നമ്മളെ കണ്ണമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. കണ്ണമ്പ്രയിലെ ഉൾപ്രദേശം, അതായത് കാടും മലയും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ ആൾ സൗകര്യങ്ങളൊക്കെ കുറവാണ്, കുറച്ച് അകലെയാണ് ആൾ താമസങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു വൗമല എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമുണ്ട്. ക്ഷേത്രമല്ല, അവിടെ ഒരു ക്ഷേത്രം പോലെ ഒരു മലയുടെ മുകളിൽ, ആ മലപ്പാറയിൽ ശിവൻ്റെ കാൽപാദം വരെ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ ചൈതന്യം ഇവിടെ പറയുന്നത്. അത് അന്വേഷിച്ച് ഞങ്ങൾ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിനെക്കുറിച്ചും ഈ ഭാഗത്തെക്കുറിച്ചും എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്താം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകരെ, നമുക്ക് ഇവിടുത്തെ പരിസരവാസികളാണ് ഇവർ സ്ഥിരം ഈ അമ്പലത്തിൽ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് അവരെക്കുറിച്ച്, അമ്പലത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ കേൾക്കാം. നമ്മുടെ പേരെന്താണ്? ദേവകി. ദേവകി അമ്മ ഇപ്പം അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങള്. വന്നതാണല്ലേ? എന്താണ് ഈ അമ്പലത്തെക്കുറിച്ച് പറയാനുള്ളത്? നല്ല സത്യമുള്ള ഭഗവാനാണ് ശിവൻ. അപ്പം ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് എപ്പോഴും ഉണ്ടാവും. അത് ആ വിശ്വാസം കൊണ്ട് ഞങ്ങളിങ്ങനെ വരികയാണ്. അമ്മമാരും കൂടെ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടു. ഈ കുന്നും മലയും കയറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് വരും. അന്നദാനമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടത്. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോകൂടാ അല്ലേ? വളരെ സത്യമുള്ള അമ്പലമാണ്. പക്ഷെ അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല. വീടുകളില്ല. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2 അമ്പലത്തും കൂടിയിട്ടാണ് അതിന്റെ ഭക്ഷണം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ പോയാലും അറിയാം. രണ്ടും കൂടിയിട്ട് ഒരവിടെയായിരുന്നു. വളരെ സത്യമുള്ള ഒരു അമ്പലമാണ്. അവിടെ പിന്നെ ഒന്ന് പറഞ്ഞു കേട്ടോ, ഈ പാറപ്പുറത്ത് ദൈവത്തിന്റെ പാദം പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. ഈ പാറിന്റെ മുകളിൽ, മലന്റെ മുകളില് വല്ലാത്തൊരു കിട്ടാൻ സാധിച്ചില്ല. അത്ര വലിയ കുളമാണ്. കുളം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോ ഉള്ളൂ. അതൊരു ഓവ് പോലെ പോലെയാണ്. ആ വെള്ളം എപ്പോഴും പറ്റില്ല. എല്ലാ ദിവസവും എപ്പോഴും വെള്ളമുണ്ട്. എന്താ അമ്മയുടെ പേരെന്താണ്? പാർവതി. അമ്മയുടെയാ? ദേവകി. ഒരു പാർവതി, ഒരു ദേവകി അമ്മയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും ഇവരൊപ്പം നമ്മൾ ആ മല സന്ദർശിക്കാൻ പോവുകയാണ്. ഓക്കെ, പോവാ. ഓക്കെ, സ്വാമിമാര് തന്നെ, സ്വാമിമാര്. കേട്ടോ. ഈ സർവശക്തൻ നടന്നു പോയ പാദം, കാൽപാദം ഇവിടെ തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആ കാൽപാദം സർവശക്തൻ്റെത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഭഗവാന്റെ കാൽപാദമാണ്. അതുപോലെ ഇവിടെ കണ്ടോ, ഇതും ദൈവഭഗവാന്റെ കാൽപാദമാണ്. കണ്ടോ? അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസം ആണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന, സർവശക്തൻ കൊടുക്കുന്ന ഒരു അനുഭവങ്ങളെന്ന് പറയാം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വളരെ മനോഹരമായ അന്തരീക്ഷവും പ്രകൃതിയും ഒക്കെയാണ്. ഇവിടെ വരാൻ വൈകിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്മാർ വളരെ ശുദ്ധമായ സ്ഥലങ്ങളിൽ എല്ലാ സർവശക്തന്മാരും, എല്ലാ മതവിശ്വാസികളും ഇതേപോലുള്ള ഐശ്വര്യമായ സ്ഥലങ്ങളിൽ ആണ് പോയിരിക്കുക, അവരുടെ സുഖം. അപ്പോൾ അവിടെ നമ്മൾ തേടിയെത്തി നമ്മുടെ കഷ്ടവും ദുഃഖവും ഒക്കെ ഇതോടുകൂടി അവസാനിക്കും എന്നാണ് നമ്മുടെയൊക്കെ ഓരോരുത്തർ പ്രതീക്ഷകൾ. ഇവിടെ വരുമ്പം തന്നെ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ അടിയിലൂടെ ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ആ ഗുഹയിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഇട്ടാൽ ഒരു മനുഷ്യൻ പോലും വീണിട്ട് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അത്
ആ ഗുഹയിൽ നിന്ന് എന്തെങ്കിലും ഇട്ടാൽ ഏകദേശം എത്രയോ ദൂരെ പോയിട്ട് ഒരു പുഴയിൽ ചെന്ന് പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ആർക്കും കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പുഴയും കൂടി പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടല്ലേ, അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് നിൽക്കാം. കണ്ട സർപ്പം തലപൊക്കി നിൽക്കുന്നത് പറയാതെ കേട്ടാ. കുളത്തിലെ ഒരു ശിവഭഗവാന്റെ പത്തി വിടർത്ത് നിൽക്കുന്ന ഒരു പാമ്പിനെയാണ്, ദേവിയാണ് ഞാൻ കാണുന്നത്. നോക്ക് പ്രേക്ഷകരെ, അതോ ഒരിക്കലും ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു നീർക്കോലികളും തലപൊക്കി ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കില്ല. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കോളൂ. കണ്ട ശിവഭഗവാന്റെ ആ സത്യം, ഭഗവാനെ, അത് നോക്കൂ, നിങ്ങൾ നോക്കൂ, കണ്ടോ മറഞ്ഞു. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ആ ഗുഹയിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ഏകദേശം എത്രയോ ദൂരം എത്തിക്കഴിയുമ്പോഴാണ് ഇവിടെ എന്തെങ്കിലും നമ്മൾ ഇട്ടാൽ അവിടെ വന്ന് അടിയാണെന്ന് പറയുന്നത്. ഒരു ജീവൻ വരെ ഇതിൽ കൂടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. ആ ഗുഹ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ അതാണ്, അതിലേക്കൂടെയാണ് പോകാം. നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അതാ കാണുന്നതാണ് ഗുഹ. അതിൻ്റെ ഉള്ളിലേക്ക്, അങ്ങ് പാറയുടെ ഉള്ളിലേക്കാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വന്നു, അത്ഭുതകരമായ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. വെള്ളത്തിൽ, ഈ കുളത്തിൽ ശിവഭഗവാന്റെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് ഈ അയ്യപ്പൻ്റെ ശക്തി കൊണ്ടാവാം. പ്രേക്ഷകരെ, പറയാൻ വാക്കുകളില്ല. എല്ലാവരും ഈ ഭഗവാനും ഈ വീഡിയോയും മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും, ബെൽ ബട്ടൺ അമർത്തും, സഹായിക്കും എന്നുള്ള നല്ല പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് അപൂർവത്തിൽ